രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകിയോഖിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ മനുഷ്യാവതാരം ആയതുകൊണ്ട് മനുഷ്യൻ്റേതായിട്ടുള്ള ചേഷ്ടകൾ സ്വദേശം നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിക്കൊണ്ടാവാം എന്നാണ്. അഭിനയിക്കുകയായിരുന്നു സത്യത്തിൽ. ഇതൊന്നും ഭഗവാനില്ല. അധ്യാത്മരാമായണത്തിൽ അതൊക്കെ എടുത്തെടുത്തെടുത്തെടുത്ത് പറയും. അജ്ഞാനലിംഗത്തിനുണ്ടാവേണ്ടവ സുജ്ഞാന വിഗ്രഹത്തിനുണ്ടാവുമോ? മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി എന്ന് എഴുത്തച്ഛൻ പ്രത്യേകം പറഞ്ഞിരിക്കണു. അറിവില്ലാത്തവർ വിചാരിക്കും രാമൻ ദുഃഖിച്ചു എന്ന്. എവിടെ രാമന് ദുഃഖം? സൂര്യനിലുണ്ടോ ഇരുട്ടുണ്ടാവണം? സൂര്യനിൽ കുറച്ച് ഇരുട്ടുണ്ടാക്കാമെന്ന് വെച്ചാൽ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? അതുപോലെ ജ്ഞാനം സ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ എവിടെ അജ്ഞാനം, എവിടെ ദുഃഖം, എവിടെ മൂഢത, എവിടെ മൗഢ്യം? ഇതൊന്നും അവിടെ ഇല്ല. പ്രസന്നത, പ്രകാശം, തേജസ് ഭഗവാന്റെ സ്വഭാവവിശേഷങ്ങളാണ്. എന്നാലും ഒരു മനുഷ്യാവതാരം എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഷ്ടകളുണ്ടെങ്കിലല്ലേ അതിന് തന്മയത്തുള്ളൂ. എന്ന ഭാവേന സീതാവിരഹം പുറാണ്ടെ വല്ലാതെ വിഷമിച്ചു. അപ്പോൾ ലക്ഷ്മണൻ അനുനയം പറഞ്ഞു. ശരത്ത് കാലം വരുന്നവരേക്കും അല്ലയോ ജ്യേഷ്ഠ, അങ്ങേക്ക് അറിയാത്ത കാര്യം ഈ ലോകത്തിലില്ല. അങ്ങേക്ക് പറഞ്ഞു തരാൻ ആരുള്ളത്? എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക്. ശരത്കാലം വരട്ടെ. ഇപ്പോൾ വർഷക്കാലമാണ്. ശുഭകാര്യങ്ങൾക്കോ പ്രധാന ഉദ്യമങ്ങൾക്കോ ഒന്നും പറ്റിയ കാലമല്ല എന്നൊക്കെ പറഞ്ഞ് സുഗ്രീവൻ്റെ നേരെ കോപിക്കരുതേ. അവൻ നമുക്ക് വളരെ ഉപകാരിയാണ്. വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. കാലം രൂപയായിട്ട് ഇരിക്കട്ടെ. അതും ആഗ്രഹം ഉണ്ടാവില്ലേ? വളരെ കാലം രൂപയായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു തൻ്റെ പത്നിയായിട്ട്. കുറച്ചതിനും വിട്ടുകൊടുക്കുക, അയച്ചു വിടുക, അല്ലെങ്കിൽ അനുവദിക്കുക. അതും വേണ്ടേ? രാമന് ബോധ്യമായി. കാര്യം ആര് പറഞ്ഞാലും എടുക്കും. മഹാന്മാരങ്ങനെയാണ്. ഇന്നാൾ പറഞ്ഞു എന്ന് വിചാരിക്കില്ല. ആണ് നിയമ്യ കോപം പരിപാല്യതാം ശരൽ ക്ഷമസമാസോച്ചതുരോ മയാസഹ. 4 മാസം ക്ഷമിക്കണം എന്നത്ര ഞാൻ പറഞ്ഞല്ലോ. ഒന്നല്ല കർക്കടം, ചിങ്ങം, കന്നി, തുലാം. ഇത് പൊതുവെ ഉപാസനയ്ക്ക് മാത്രമായി നീക്കിവെച്ച മാസങ്ങളാണ്. മറ്റ് ശുഭകാര്യങ്ങളൊന്നും ആ മാസത്തിൽ ഫലിക്കില്ല, അല്ലെങ്കിൽ പറ്റിയ കാലമല്ല. വസാചലേസ്മിൻ മൃഗരാജസേവിതേ. സിംഹം മുതലായിട്ടുള്ള മൃഗങ്ങളാൽ സേവിക്കപ്പെട്ട ഈ അചലത്തിൽ അല്ലെങ്കിൽ ഈ പർവ്വതത്തിൽ നമുക്കിവിടെ കഴിയാം. സമ്മർദ്ദയൻ ശത്രുവതേ സമുദ്യമം. ശത്രുവധത്തിനായിക്കൊണ്ട് ഉള്ള ഉദ്യമങ്ങളെ ഓരോന്ന് ചിന്തിച്ച് അതിനുള്ള മനസാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ട് അല്ലയോ ജ്യേഷ്ഠ നമുക്കിവിടെ കഴിയാം. അനന്തരം കാലം വരുമ്പോൾ എല്ലാതും സുഗ്രീവൻ ചെയ്തോളും. വിശ്വസ്തനാണ്, വാക്കുപാലിക്കുന്നവനാണ്. അങ്ങനെ ഇങ്ങനെയൊന്നുള്ളവനല്ല. അങ്ങനത്തെവരെയൊക്കെ നമ്മളല്ലെങ്കിലും ആശ്രയിക്കാറില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ക്ഷമിക്കുക, അതാണ് ഇപ്പോൾ വേണ്ടത് എന്ന് വളരെ അനുനയത്തോടു കൂടി ഉചിതമായി സുഗ്രീവൻ പറഞ്ഞു. പിന്നെ ഈ കാവ്യങ്ങളിൽ ഒരു പ്രധാന ഭാഗമാണ് അത്ര ഋതുവർണ്ണനം. കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു വിഷയമാണ് കാലാവസ്ഥ. അല്ലെ, രാഷ്ട്രീയം പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. വേറെ എന്തെങ്കിലും വിഷയം അപ്പം നമ്മളെന്താ പറയുക, എന്താ ചൂടല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. മഴയില്ലാച്ചാൽ എന്തപ്പം ഈ മഴ കണ്ടിരിക്കണം, പെയ്യണില്ലല്ലോ, അല്ലെങ്കിൽ പെയ്യാൻ തുടങ്ങിയാലും അങ്ങനെയാവാം. അല്ലേ, എന്തൊരു മഴയാണപ്പോൾ അത് ആർക്കും എവിടെയും തൊടാത്തൊരു വിഷയമാണ്. നല്ലൊരു വിഷയമാണ് എന്നാണ്. അത് നമ്മുടെ ജീവിതത്തിലും പ്രധാന വിഷയമാണ്. വലിയ അബദ്ധമില്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ കാവ്യത്തിലും അതൊരു വിഷയമാണ്. നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ഒന്നാണ് ഈ കാലാവസ്ഥ.
നമ്മുടെ മൂഡ് എന്ന് പറയുന്നതുണ്ടല്ലോ, ആ ഒരു മാനസികാവസ്ഥയെ വെയിലൊക്കെ വെച്ചാൽ നമുക്ക് നല്ല മൂഡുണ്ടാവും. മഴയും പെയ്ത് തൂങ്ങിയിട്ട് വെച്ചാൽ അയ്യേ ആകെ സുഖമില്ലല്ലോ. അപ്പോൾ വളരെയേറെ ബന്ധമുള്ളൊരു വിഷയമായതുകൊണ്ട് ഋതുവർണ്ണനം ഈ കാവ്യത്തിൽ, ഭാഗവതത്തിൽ ഋതുവർണ്ണനുണ്ട് അല്ലേ. ദശമസ്കന്ധത്തിൽ കുറച്ചാണ്ട് ചെന്നാൽ ആ വേണുഗീതമൊക്കെ അവിടെ ഒരു ഋതുവർണ്ണനത്തിൻ്റെ രംഗം വരുന്നുണ്ട്. അവിടെ എല്ലാ ഋതുവിനെയും കുറച്ച് വർണ്ണിക്കുക ചെയ്യണം. വേനൽക്കാലമായ എങ്ങനെ ഉണ്ടാവും, മഴക്കാലമായ എങ്ങനെ ഉണ്ടാവും, ശരത്കാലം, ഹേമന്തകാലത്തിനൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ വർഷക്കാലമാണ് അധികം വർണ്ണിക്കണം. ഒരു സർഗത്തിൽ കുറേ ശ്ലോകങ്ങൾ, 63 ശ്ലോകം. ആ കാവ്യത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ. രാമായണ കഥയായിട്ട് ഇപ്പം അതിന് ബന്ധമുണ്ടോ ചോദിച്ചാൽ ബന്ധം ഇല്ലാത്തതൊന്നും കാവ്യത്തിൽ പറയില്ലോ. അതിനുവേണ്ടി നമുക്കതൊന്ന് നോക്കാമെന്ന് ഇപ്പം അത്രേ പറ്റൂ. ഇന്നത്തെ ഒരു കാര്യം കൊണ്ട് അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. സത്തദാ ബാലിരം മത്വാ സുഗ്രീവം നഭിഷിച്യ പഥന്മാല്യവത പൃഷ്ടേ രാമോ ലക്ഷ്മണമബ്രവീർ. ആ പ്രത്യേകം പറയപ്പെട്ട പ്രവർത്തനഗിരിയിൽ വസിക്കുന്നതായിട്ടുള്ള രാമൻ ലക്ഷ്മണനോട് പ്രകാരം അരുളി ചെയ്തു. അയം സകാല സംപ്രാപ്തോ സമയോദ്യ ജലാഗമ സമ്പശ്യത്തം നഭോമേഘേ സമൃദ്ധം ഗിരിസന്നിഭി. നോക്കൂ ലക്ഷ്മണ, ഇതാ പറഞ്ഞ് മഴക്കാലം വന്നല്ലോ. മഴക്കാലം വന്നു. നല്ല പർവ്വതങ്ങൾക്ക് സമം ആയ മേഘങ്ങളാണല്ലോ ആകാശത്തിലതാ മൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് മേഘങ്ങൾ മൂടിയതിനെ ആദ്യം പറഞ്ഞു കൊടുത്തു. സൂര്യരശ്മികളാൽ സമുദ്രം കുടിച്ച ആകാശം 9 മാസം ഗർഭം ധരിച്ച സ്ത്രീകളെ പോലെ കാണപ്പെടുന്നു. ഉള്ളിലെന്തെങ്കിലും ഉണ്ടായിട്ടത് പുറത്ത് വരിക എന്നുള്ളതാണല്ലോ. ഈ സൂര്യനാണത്രേ സമുദ്രത്തിൽ നിന്ന് വെള്ളം ആവിയായിട്ട് സ്വീകരിക്കും എന്നാണ്. ശരിക്കും പറയാച്ച മഴയുണ്ടാക്കുന്നതിൻ്റെ പ്രധാന റോള് സൂര്യനാണെന്നാണ് പറയണത്. അതാണ് പച്ച മലയാളത്തിൽ നമ്മളൊരു പറച്ചിലുണ്ട്, ചൂട് കൂടിയ അടുത്ത കൊല്ലം മഴ കൂടിട്ടോ. ഒന്ന് കൂടിയാൽ ഒക്കെ കൂടും, ഒന്ന് കുറഞ്ഞാൽ ഒക്കെ കുറയും. കാരണം ഈ സമുദ്രത്തിലത്തെ ജലം സയൻസ് കൊണ്ട് അവിടെ നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ തങ്ങി നിന്നിട്ടാണ് തണുക്കുമ്പോൾ അത് പെയ്ത് മഴയാവുന്നത്. നീരാവി എങ്ങനെ ഉണ്ടാവുക? ചൂടുകൊണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തോളം വേനൽക്കാലം തീവ്രമാവണോ അത്രത്തോളം അടുത്ത വർഷത്തെ മഴയെ നമുക്ക് കണക്കാക്കാം എന്നാണ്. നല്ല ചൂടുണ്ടെങ്കിൽ നല്ലോണം മഴയുണ്ടാവും. ചൂട് കമ്മിയാച്ചാൽ ആശ്വസിക്കേണ്ട, അതൊരു നല്ല കാര്യമില്ല. ചൂട് കാലത്ത് ചൂട് വേണം. ആ ചൂടാണോ മഴയുണ്ടാക്കണം. ചൂടില്ലെങ്കിലോ നീരാവിയുടെ ആ പ്രോസസ്സ് കുറയും, മഴയും കുറയും. മഴ കുറയാൻ പാടില്ല. അപ്പോൾ ചൂട് കാലത്ത് ചൂടുണ്ടാവുക, മഴക്കാലത്ത് മഴ ഉണ്ടാവുക എന്നുള്ളതാണ് കാലാവസ്ഥയുടെ ആ ഒരു താളം, റിതം. അത് അതേപോലെ പോകണം എന്നാണ്. അപ്പോൾ ഇതവിടെ അയംസകാല സംപ്രാപ്ത സമയോദ്യ ജലാഗമ സമ്പശ്യത്ത നഭോ മേഘൈ. നഭസ്സാകുന്ന ആകാശത്തിൽ അല്ലയോ ലക്ഷ്മണ, നീ മേഘങ്ങളെ നോക്കൂ. കറുത്തിരുണ്ട് ഇപ്പോൾ പെയ്യും. ഗർഭിണിയായിട്ടുള്ള 9 മാസത്തെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ പോലെ അത് ജലവും നിറച്ചിട്ടാവാ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിട്ടോ സൂര്യനെ ഈ മേഘങ്ങൾ ആരാർപ്പണം ചെയ്ത പോലെ തോന്നുന്നു. അതായത് ഈ മേഘങ്ങളാകുന്ന കോണിപ്പടികളിൽ കൂടെ കയറിയിട്ട് പല തരത്തിലുള്ള വൃക്ഷങ്ങൾ സൂര്യന് മാല ചാർത്തിയ പോലെ തോന്നുന്നു എന്നവിടെ ഒരു ഉപമ. മരുത്തുകൾ, കുടകപ്പാല മുതലായിട്ടുള്ള മരങ്ങൾ, മരുതുകൾ, നീർമരുത് വൃക്ഷങ്ങൾ, കുടകപ്പാലകൾ മുതലായ വൃക്ഷങ്ങൾ സൂര്യന് മാല ചാർത്തുന്നത് പോലെ, ഹാരാർപ്പണം നടത്തുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. വളരെ മേഘങ്ങൾ ആകാശത്തിലിതാ കാണപ്പെടുന്നു. സന്ധ്യ ആയപ്പോൾ ചുവന്ന മേഘങ്ങളുണ്ട്. അത് ഈ മുറിവൊക്കെ ഉള്ളപ്പോൾ അതിനെ കെട്ടിയ പോലെ, കാർമേഘമാകുന്ന തുണിയെ കൊണ്ട് മുറി കെട്ടിയ പോലെ ഇരിക്കണോ ചെമ്മാനം. കാരണം ഇത്രയും സന്ധ്യയ്ക്കൊരു ചുവപ്പുണ്ടാവും, അത് കാണാനുമില്ല. ചുവപ്പില്ല എന്നിട്ടല്ല, അത് മേഘം മറച്ചതുകൊണ്ട് നമുക്ക് കാണുന്നത് കറുപ്പാണ്. അപ്പോൾ മുറിയെ ഒരു കറുത്ത തുണിയെ കൊണ്ട് കെട്ടിയ പോലെ തോന്നുന്നു. ഒക്കെ ഉപമകളാണ് ഇതെല്ലാം. പിന്നെ മന്ദമാരുതൻ സുഖമായിട്ടങ്ങനെ വീശുന്നുണ്ട്. അതേപോലെ തന്നെ ചെഞ്ചന്ദനം പൂശിയ വിധത്തിൽ സന്ധ്യ കാണുന്നു. സന്ധ്യയാകുന്ന ചെഞ്ചന്ദനം, രക്തചന്ദനം പൂശിയ പോലെ അനിലനാകുന്ന നെടുവീർപ്പോട് കൂടിയിട്ട് നമുക്ക്
ആണ് പ്രകൃതി എന്ന് തോന്നുന്നു. വ്യോമം അല്ലെങ്കിൽ ആകാശം വിളങ്ങുന്നു. ആ പാണ്ഡുജലദംഭാതി കാമാതുരമിവാംബരം. കാമാതുരമായിട്ട് നിശ്വാസം വേർപിരിവിൻ്റെ കൊണ്ടുള്ള നിശ്വാസം കൊണ്ടുണ്ടാകുന്ന മന്ദമാരുതൻ. അപ്പം മന്ദമാരുതനെ അവിടെ നിശ്വാസമാക്കിയിട്ട് കണ്ടു. ആയിട്ടുള്ള ചുവന്ന മേഘങ്ങളെ കറുത്ത മേഘങ്ങൾ മൂടിയത് കൊണ്ട് മുറി കെട്ടിയതുപോലെയും ഉപമിക്കുകയാണ്. ഇത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ ഭൂമി ദുഃഖത്താൽ വിഷമിക്കുന്ന സീതയെപ്പോലെ തോന്നുന്നു. എല്ലാം നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. സീതേവ ശോകസന്തപ്ത മഹീബാഷ്പം വിമുഞ്ചതി. മഴ ഇങ്ങനെ കുറേശ്ശെ ചാർന്ന് കണ്ടാൽ തോന്നും രാവണൻ്റെ കൈകളിൽ അകപ്പെട്ട് സീത ദുഃഖിക്കുന്നത് പോലെ. അവിടെ നിങ്ങൾ വരാനും വയ്യ, ഒറ്റ ഓടി ഇരിക്കാനുള്ള മനസ്സുമില്ല, ദുഃഖം സഹിക്കാതെ കണ്ണുനീർ ഒഴുക്കുന്നത് പോലെ തോന്നുന്നു പ്രകൃതിയിലത്തെ ഈ മഴ കാണുക. മനോഹരമായിട്ടുള്ള വർണ്ണന. ഭാഗവത്തിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വർണ്ണിക്കുക. ഭാഗവത്തിൽ തവവിമുഖമിവോച്ചൈസ്താപഭാരം മഹന്തം വേറെ രീതിയിലാണ്. കാരണം ഭക്തിയാണ് ഭാഗവതത്തെ പ്രധാനം. ഭക്തി കണ്ണീര് ഒഴുക്കുന്ന പോലെയുള്ള മഴ എന്ന് കാണാം. അതേപോലെ തന്നെ സൂര്യൻ്റെ ആ പ്രഭ കണ്ടാൽ എന്ത് തോന്നും? ഭഗവാന്റെ ശരീരത്തിലത്തെ ആഭരണങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന തേജസ് പോലെ, ഭക്തൻ കണ്ണീരൊഴുക്കുന്നത് പോലെ മഴ. പിന്നെ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ശോഷിച്ചു പോണു കണ്ടാൽ ഭക്തന്മാരുടെ ഉള്ളിൽ രാഗദ്വേഷാദികൾ ഇല്ലാതാവുന്നത് പോലെ. ഇങ്ങനെയൊക്കെ ഭക്തിപരമായിട്ടുള്ളൊരു വർണ്ണനയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുക. അതിൽ മഴക്കാലവും ശരത്കാലവും ഒക്കെ വർണ്ണിക്കണം. ഇവിടെ അധികവും പ്രകൃതിയുടെ ബന്ധപ്പെട്ട രീതിയിൽ കുറച്ച് ബാഹ്യമായിട്ട് വർണ്ണിക്കുന്നില്ല. മുഴുവൻ ഭക്തിയല്ല വാൽമീകി. ഭക്തി ധാരാളമുണ്ട്, പക്ഷെ ഭക്തി അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ സാഹിത്യപരമായിട്ടാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെയും വർണ്ണന വരിക. പിന്നെയോ മേഘോദര വിനിർമുക്ത കൽഹാര സുഖശീതള ശിഖ്യമഞ്ജലിപിപ്പാതും ബാധ കേതകിയന്തിന. കൈതപ്പൂവിൻ്റെ ആ ഒരു മണം കൊണ്ടും കൽഹാരം എന്ന് പറഞ്ഞിട്ടുള്ള പുഷ്പം, കൽഹാര പുഷ്പം, അതിൻ്റെ ആ മണവും കൊണ്ട് ആ കാറ്റിനെ നമുക്ക് എടുത്ത് കുടിക്കുക എന്നുള്ളത് തോന്നും. മണം വന്നിട്ട് അതിന് മനോഹരമായിട്ടുള്ള ഗന്ധം വഹിച്ചുകൊണ്ട് ഇതാ കാറ്റ് വീശുന്നു. കൈതപ്പൂവിൻ്റെ മണം ഇവിടെ കൈതീൻ്റെ അച്ഛൻ എത്രയോ ദൂരത്തേക്ക് കേൾക്കും. അങ്ങനെ കണ്ടു ഈ വക പുഷ്പങ്ങളുടെ സുഗന്ധം കൊണ്ട് കാറ്റ് വീശുന്നത്. ആ മനോഹാരിത കൊണ്ട് നമുക്ക് കാറ്റിനെ എടുത്തിട്ട് കുറച്ചാണ്ട് കുടിച്ചാലോ എന്നൊക്കെ ലക്ഷ്മണ തോന്നുകയാണ്. അത്ര രസമുണ്ട് മണം കേൾക്കാമെന്നർത്ഥം. ആ കൈതപ്പൂ പൂത്തതായിട്ടുള്ള മരുതുകൾ നിറഞ്ഞതായിട്ടുള്ള ആ പർവ്വതം, വൃക്ഷങ്ങളും കൈതപ്പൂക്കളും നിറഞ്ഞതായിട്ടുള്ള പുഷ്പം ജലധാരകളാൽ അഭിഷേകം ചെയ്യുകയാണ് എന്ന് തോന്നുന്നു. ആരെ പോലെ? സുഗ്രീവനെ പോലെ. ഇപ്പം അടുത്ത അഭിഷേകം കഴിഞ്ഞാൽ സുഗ്രീവനാണ്. സുഗ്രീവ ഇവ ശാന്താരിർ ധാരാഭിർ അഭിഷിച്ചതേ. ഈ മഴ ഇങ്ങനെ പെയ്ണ് കാണുമ്പോൾ എനിക്ക് സുഗ്രീവൻ്റെ അഭിഷേകം ഇങ്ങനെ ഓർമ്മ വരിക. അവനാണല്ലോ ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് അഭിഷേകത്തിന് വിധേയനായത്. അതേപോലെ നോക്കൂ, വെള്ളം ശക്തി കൂടുന്നു. വെള്ളം ശക്തിയായിട്ട് ഒഴുക്കിലാണല്ലോ അഭിഷേകം. കണ്ടു, അഭിഷേകം ചെയ്യുന്നത് പോലെയാണ് വെള്ളം കൂടുന്നത്. സുഗ്രീവനെ ഓർമ്മപ്പെടുത്തുന്നത്, സുഗ്രീവൻ്റെ അഭിഷേകം പോലെ. പിന്നെ പറയണ ഈ മേഘങ്ങളെയൊക്കെ കാണുമ്പോൾ തപസ്സികളായിട്ടൊരു കൃഷ്ണാജിനം ഉടുത്ത പോലെ തോന്നണു. മാൻതോലാണല്ലോ അവർ ഉടുക്കുക. കൃഷ്ണാജിനം മാനിൻ്റെ തോല് ഉടുത്ത പോലെ മേഘങ്ങളെ കാണുമ്പോൾ തോന്നുന്നു. ഈ മഴ ഇങ്ങനെ പെയ്ത് കാണുമ്പോൾ യജ്ഞോപവീതം, പൂണൂല് അല്ല കയറ് അങ്ങനെയുള്ളതായിട്ടൊക്കെ പോലെ തോന്നുന്നു. ധരിച്ച കാറ്റ് നിറഞ്ഞ ഗുഹകൾ മന്ത്രോച്ചാരണം ചെയ്യുന്ന പോലെയും കാണപ്പെടുന്നു. യജ്ഞോപവീതമാ പൂണൂല് പോലെയും ആ മഴ കാണപ്പെടുന്നു. പിന്നെയോ മേഘങ്ങളെ കണ്ട കൃഷ്ണാജിനമുടുത്ത തപസ്സിയായിട്ടാണ് വർണ്ണന. മന്ത്രോച്ചാരണം ചെയ്യണ പോലെ കാറ്റ് അവിടെ തട്ടിയിട്ട് പല ശബ്ദങ്ങളും ഉണ്ടാവും. കാറ്റ് തട്ടുമ്പോൾ ചിലപ്പോൾ ഓങ്കാരം ഉണ്ടാവും, ശംഖിൽ തട്ടുമ്പോൾ ഓങ്കാരം, ഓരോ തലക്ക് എടുക്കുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാവും. നമ്മൾ ചൂളം വിളിക്കണ പോലെയൊക്കെ അത് മന്ത്രജപം പോലെ ഇതാ കാറ്റടിക്കുന്നുണ്ടല്ലോ. പിന്നെ പറഞ്ഞു നല്ല ചമ്മട്ടി പോലെയുള്ള മിന്നലിൻ്റെ, ചമ്മട്ടിയായിട്ട് ഉപമിക്കുകയാണ്, അടി ഏറ്റിട്ട് ഈ ഇടിനാദങ്ങൾ ഉണ്ടാകുന്നു. മേഘങ്ങൾ കരയണു. ഇടിയേറ്റാൽ കരയുമല്ലോ വേദനിച്ചാൽ. അതേപോലെ ഇടിമിന്നലാകുന്ന ചമ്മട്ടിപ്രഹരമേറ്റിട്ട് മേഘങ്ങൾ കരയുന്നത് പോലെ ഇതാ വെള്ളം താഴത്തേക്ക് വീണുകൊണ്ട്
ഇടി വെട്ടുന്ന ശബ്ദമുണ്ട്. അപ്പോൾ ഇടിവെട്ടുന്ന ശബ്ദം കരച്ചിൽ, മഴയോ കണ്ണീര്, ഇങ്ങനെയാണ് ഓരോന്നിനെയും വിവരിക്കുന്നത്. നീലമേഘാശ്രിതാവിദ്യ സ്ഫുരന്തി പ്രതിഭാതി മാം സ്ഫുരന്തി രാവണസ്യാംഗേ വൈദേഹീവ തപസ്സിനി. ഈ നീലമേഘങ്ങളിൽ ഇടയ്ക്കിങ്ങനെ മിന്നി മറയ്ക്കപ്പെടുന്നതായിട്ടുള്ള മിന്നൽ പിണർ രാവണൻ്റെ മടിയിൽ ഇരുന്ന് വിറയ്ക്കുന്ന സീതയെ പോലെ തോന്നുന്നു. ധാരാളം ഇടിക്കിനെ മിന്നുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ വിറയ്ക്കണ പോലെ തോന്നും അല്ലേ? മിന്നൽ അങ്ങനെയല്ല, മിന്നലത്ത് സ്വിച്ച് കൂടെ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക അങ്ങനെയല്ല. വേഗം മിന്നലുണ്ടാവണം, കൂടിയിട്ടും കുറഞ്ഞിട്ടും വിറയ്ക്കണ പോലെയാണ് മിന്നുക. ഇപ്പോഴും ഇടി മിന്നുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ മിന്നിക്കണ പോലെയാണ്. പല തലത്തിലുള്ള മിന്നലുകളും ഇങ്ങനെ ഉണ്ടാവുക ചെയ്യുക, ഒറ്റ രീതിയിലല്ലല്ലോ വരും. അതാണ് ഇവിടെ വിറയ്ക്കലിന് സാദൃശ്യം. രാവണൻ്റെ മടിയിലിരുന്ന് ജീവൻ പോലും പോകുമോ എന്ന് പേടിക്കുന്ന സീതയെ പോലെ. ഇത് വർണ്ണനയെ നോക്കൂ ലക്ഷ്മണ, കാരണം മനസ്സിൽ മുഴുവൻ സീതയാണ്. ആ കാലാവസ്ഥയായാലും പ്രകൃതിയായാലും നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് വെച്ചാൽ അതുപോലെയാണ് നമുക്കതൊക്കെയും അനുഭവപ്പെടുക. നക്ഷത്രം, ചന്ദ്രൻ മുതലായിട്ടുള്ളവയെ മുഴുവനും ഈ മേഘങ്ങൾ മറച്ചല്ലോ ലക്ഷ്മണ. അതുപോലെ കുടകപ്പാലകൾ, മറ്റ് രീതിയിലുള്ളതായിരിക്കുന്ന വൃക്ഷങ്ങൾ, അതൊക്കെ ഈ വെള്ളം ഇങ്ങനെ തുള്ളികൾ തങ്ങി നിൽക്കണു മഴ പെയ്യുമ്പോൾ. അത് ലക്ഷ്മണ നീ കണ്ടാലും എന്ന് പറയാണ്. പിന്നെ രജപ്രശാന്തം സഹിമോദ്യവായുർ നിദാഗദോഷപ്രസരാ പ്രശാന്ത തിദാഹി യാത്രാ വസുധാധിപാനാം പ്രവാസിനോ യാന്തി നരാ സ്വദേശാൻ. വേനലൊക്കെ കഴിഞ്ഞിരിക്കണു, ചൂടിൻ്റെ അന്ത്യം കണ്ടു. ഇനി മഴയാണല്ലോ, വേനൽക്കാലമാണ് കഴിഞ്ഞാൽ. അപ്പം അതിലെന്താ സംഭവിക്കുക? പലരും യാത്രകൾ കുറയ്ക്കും. യാത്രയ്ക്ക് പറ്റിയ കാലമല്ല മഴക്കാലം എന്നാണ്. അതാണ് സ്ഥിതാഹി യാത്ര വസുധാധിപാനാം. വസുധാധിപൻ രാജാവ്. രാജാക്കന്മാർ അവരുടെ യാത്രകളൊക്കെ കുറച്ചു, എന്നിട്ട് മിണ്ടാതെ ഓരോ ഭാഗത്തിരിക്കുക. മഴക്കാലത്ത് അത്രയല്ലേ പറ്റുള്ളൂ. അപ്പം അതാ അവരവരുടെ സ്ഥാനത്തേക്ക് മടങ്ങി അവരവരുടെ സ്ഥാനത്ത് പോയിട്ട് വിശ്രമിക്കേണ്ട കാലമാണ് ഈ കാലം. പിന്നീട് പ്രത്യേകത സംപ്രസ്ഥിത മാനസവാസലുദ്ധ പ്രിയാന്വിത സംപ്രതി ചക്രവാക. ചക്രവാകങ്ങൾ, ഹംസങ്ങൾ മുതലായിട്ടുള്ളത് ഒക്കെ ഇണചേർന്ന് സുഖമായിട്ട് കഴിയുന്നു. മഴക്കാലത്താണ് അതൊക്കെ ഉണ്ടാവുക. ചക്രവാകങ്ങൾ, ഹംസങ്ങൾ മുതലായിട്ടുള്ളതൊക്കെയും സമ്മോഹിതരായിട്ടിതാ അവർക്കൊക്കെ സുഖമാണ്. പൊതുവെ മയിലുകൾ, ചില പക്ഷികൾക്കൊക്കെ ഈ പൊതുവേ മഴ ഇഷ്ടമാണ്. അങ്ങനെ ധാരാളം മഴ പെയ്തതുകൊണ്ട് പ്രധാനപ്പെട്ട രാജപാത പോലെയുള്ള വാഹനങ്ങൾ പോകുന്ന പാതകളൊക്കെ ഇതാ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തതായി. മഴക്കാലത്ത് ചളി കെട്ടുക, വെള്ളം കെട്ടുക എന്ന് പറഞ്ഞാൽ തേരോ പണ്ടങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. കുതിരകൾക്കോ ഒന്നും അത്ര സുഗമമായിട്ട് പോകാൻ പറ്റില്ല. ധാരാളം വെള്ളം ഉണ്ടാവുക, ചളി ഉണ്ടാവുക. അപ്പോൾ പല വഴികളും വാഹന സഞ്ചാരത്തിന് പറ്റാതെയായി. നോക്കൂ ലക്ഷ്മണ, നമുക്കിപ്പോൾ എവിടേക്കും പോകണ്ടാത്തത് കൊണ്ട് ഇപ്പോൾ പരിഭ്രമൊന്നുമില്ല. ഈ വീട്ടിലിരിക്കുന്നവർക്ക് മഴ ഇഷ്ടമാവും. ഇത്ര പെയ്യട്ടെ, ഇത്തിരി സുഖമുണ്ട് കേൾക്കാൻ അല്ലേ? ഒരു ഭാഗത്തിരിക്കാനോ കിടക്കാനോ. യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കണ്ട അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ അല്ലേ? ടൂ വീലറിന് ഈ സാധനമൊക്കെ തലയിൽ കൂടെ കയറ്റിയിട്ടും നനഞ്ഞിട്ടും. അപ്പോൾ യാത്ര പൊതുവേ ചെയ്യാതിരിക്കുകയാണ് ആ കാലത്ത്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കുറേ പേരൊക്കെ പണ്ട് ഈ മഴക്കാലത്ത് അധിക യാത്ര ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആകാശം നോക്കൂ, ധാരാളമായിട്ട് മേഘങ്ങൾ ചിന്നിച്ചെതറിയതും ചില ദിക്കിൽ മൂടിയിട്ടും ചില ദിക്കിൽ മലകളാൽ മറയ്ക്കപ്പെട്ടിട്ടും ഒക്കെ കാണുന്നു. ചില ദിക്കിൽ തെളിഞ്ഞിട്ട് ചില ദിക്കിൽ തെളിയാതെ ഒക്കെ ആകാശത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ നീല നിറത്തിൽ തിളങ്ങി കാണാം. മറവില്ലാത്ത ആകാശം നീലയായിരിക്കും. ഒന്നുമില്ലെങ്കിൽ മേഘങ്ങൾ വന്നാൽ വെള്ളയോ കറുപ്പോ മേഘങ്ങളാണ്. ആകാശത്തിൻ്റെ കളർ നീലയാണ്. അപ്പം ചില ദിക്കിൽ നീലയായിട്ട് ഒന്നുമില്ല, പ്ലെയിനായിട്ട് കാണുന്നു. ഒന്നുമില്ലാത്ത മേഘത്തിൻ്റെ നിറമാണ് അത്ര നീല. പിന്നെ വെള്ളമേഘമുണ്ട്, കറുത്ത മേഘമുണ്ട്. അങ്ങനെ ചില ദിക്കിൽ മൂടിയിട്ട് ചില ദിക്കിൽ തെളിഞ്ഞിട്ട്, ചില ദിക്കിൽ കറുത്ത മേഘം, ചില ദിക്കിൽ വെളുത്ത മേഘം, ചില ദിക്കിൽ ഒന്നുമില്ലാത്ത നീല. പ്രകാരം ലക്ഷ്മണ മാറി മാറിയിട്ട് ഇതാ കാണുന്നു. വേങ്ങ, കടമ്പ് മുതലായിട്ടുള്ള വൃക്ഷങ്ങൾ, മയിൽ, അതുപോലെ തന്നെ നല്ല വെള്ളച്ചാട്ടവും ഇതാ കാണുന്നു. മലയുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചാടിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? എപ്പോഴും നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണത്. അപ്പം അതുകൊണ്ട് ധാരാളമായിട്ടുള്ള ആ വെള്ളച്ചാട്ടങ്ങൾ, പുതുവെള്ളം,
അതിൻ്റെ ശബ്ദവും കേൾക്കും. വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അത് മയിലുകളുടെ ശബ്ദത്തിനോട് കലർന്നിട്ട് കേൾക്കണു. ഇടയ്ക്കൊക്കെ ശബ്ദം കേൾക്കാം, മയിൽ കൂകുക അതിൻ്റെ ശബ്ദം കേൾക്കാം, പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം, പിന്നെ മയിലിൻ്റെ ശബ്ദം കേൾക്കാം അല്ലേ. അപ്പോൾ ആ ശബ്ദവും മയിലിൻ്റെ ശബ്ദവും കൂടിയിട്ട് നോക്കൂ, ഇട കലർന്നുകൊണ്ടാണ് കേൾക്കുന്നത്. മനോഹരമായിട്ടുള്ള മാമ്പഴങ്ങളൊക്കെ ഇതാ താഴത്തേക്ക് വീഴുന്നു. മാങ്ങ പഴുത്ത് നിൽക്കുന്നതൊക്കെ മഴയത്ത് കാറ്റൊക്കെ അടിച്ചാൽ താഴത്തേക്ക് വീഴും. പിന്നെ മഴ അങ്ങനെ ഉണ്ടാവില്ല, മാങ്ങയിട്ട് കഴിയണം. പക്ഷേ ലേശം മാങ്ങകൾ ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ മഴക്കാലത്ത് കാറ്റടിച്ച് മാങ്ങക്കാലത്തിൻ്റെ അവസാനമാണ് ഈ മഴയുണ്ടാവുക. അപ്പോൾ ആ മഴയും ഈ മാങ്ങയുടെ വീഴലും ധാരാളം പഴങ്ങളൊക്കെ വീഴുന്നു. പല ജീവികളും ഞാവൽ പഴങ്ങൾ ഭക്ഷിച്ച് നടക്കുന്നത് നോക്കൂ ലക്ഷ്മണ. നമുക്ക് ആ മുമ്പിൽ ആ കാഴ്ച ഇങ്ങനെ കാണുകയാണെന്ന് തോന്നത്തക്ക വിധത്തിലാണ് കാവ്യത്തിലത്തെ വർണ്ണനകൾ എപ്പോഴും ഉണ്ടാവുക. പിന്നെ നോക്കൂ, ഈ മിന്നൽ കാണുമ്പോൾ കൊടിക്കൂറ നാട്ടിയ പോലെ തോന്നുന്നത്, പല ദിക്കിലും കൊടിക്കൂറ കെട്ടി തൂക്കിയ പോലെ കാണുന്നു, മഞ്ഞ കൊടിക്കൂറ കെട്ടിയ പോലെ. അതുപോലെ നല്ല ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള പർവ്വതങ്ങൾ, പിന്നെ അതിൻ്റെ അടുത്ത് കൊറ്റി മുതലായിട്ടുള്ളതുണ്ട്. ഈ കൊറ്റികൾ, അതുപോലെ തന്നെ ആനകൾ, അവരുടെ അലർച്ച, ഇതും കാട്ടിൽ കാണാനുണ്ടല്ലോ ലക്ഷ്മണ. പുൽപ്പടർപ്പുകൾ, മയിലുകളുടെ നടത്തം മുതലായിട്ടുള്ളതും കാണുന്നു. അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള ആ കൊക്കുകൾ ഓരോരോ മലയുടെ പാർശ്വങ്ങളിലും കാണുന്നത് നോക്കൂ. മനോഹരമായിട്ടുള്ള ആ കാഴ്ചകൾ ഓരോന്നും ലക്ഷ്മണന് കാണിച്ചു കൊടുക്കണം. മാല തൂക്കിയ പോലെ കാണപ്പെടുന്നു കൊറ്റി. ഇതെല്ലാം കാണുന്ന സമയത്ത് അണിഞ്ഞൊരുങ്ങിയ ഒരു സുന്ദരിയെ പോലെ ഈ ഭൂമിയെ തോന്നുന്നുണ്ടല്ലോ ലക്ഷ്മണ. പിന്നെ ഈ കർക്കിടമാസം ആഷാഢത്തിലാണത്രേ വിഷ്ണു ഉറങ്ങാൻ പോകണമെന്നൊരു സങ്കല്പമുണ്ട്. പിന്നെ ഒരു കൊല്ലം ആ നിദ്ര തുടർന്ന് അടുത്ത ശ്രാവണ മാസത്തിലാണ് ഉണരുക എന്നാണ് എൻ്റെ സങ്കല്പം ഉണ്ടാകും. വിഷ്ണു കുറച്ചു കാലം ഉറങ്ങും. ആ കാലത്ത് ഒരുപാട് ഉപാസന വീട്ടിലിരുന്ന് ചെയ്യാനേ പറ്റൂ, അല്ലാണ്ട് വേറെ കാര്യങ്ങളില്ല. കാരണം ഉറക്കാണ് ഈശ്വരനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ്. അപ്പം ഇവിടെ നിദ്രാശനേ കേശവം അഭ്യുപേതി, കേശവൻ നിദ്രയ്ക്ക് ഒടുങ്ങിയിരിക്കണം. ഇവിടെ ആഷാഢമാസമായി. ധൃതം നദീ സാഗരമഭ്യുപേതി, ആ സാഗരത്തിനോട് നേരെ നദി ഭർത്താവായിട്ടുള്ള സാഗരത്തിൻ്റെ അടുത്തേക്ക് ഇതാ ഒഴുകണു. കാന്താസ കാമാപ്രിയമഭ്യുപേതി, പിന്നെയോ ആ കാമവതിയായിട്ടുള്ള കാന്തകൾ കാമനെ പ്രാപിക്കുന്നു എന്നും പറഞ്ഞു. അത് 2-3 കാര്യങ്ങൾ. നിദ്രാശനേ കേശവമഭ്യുപേതി, ഭഗവാൻ വിഷ്ണു നിദ്രയ്ക്ക് പോകുന്നു. ധൃതം നദീ സാഗരമഭ്യുപേതി, നദികൾ സമുദ്രത്തെ ലക്ഷ്യമാക്കി പോകുന്നു. ഋട്ട ബലാക കരമഭ്യുപേതി, കൊക്കുകളോ ആകാശത്തെ മേഘത്തെ പ്രാപിക്കുന്നു. പറന്ന് അവരെ പ്രാപിക്കുന്നു. കാമവതിയായിട്ടുള്ള കാന്തനെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നങ്ങനെ പറഞ്ഞു. പിന്നെയോ കടമ്പുവൃക്ഷങ്ങൾ, മറ്റ് കാളകളൊക്കെ പശുക്കളെ കാമത്തോടു കൂടിയിട്ട് സമീപിക്കുന്ന ഒരു കാലവും ആണ്. ഭൂമി സസ്യവനങ്ങളാൽ മോഹനമാക്കുകയും ചെയ്യുന്നത് നോക്കൂ ലക്ഷ്മണ. അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ എങ്ങനെ വിവരിക്കുകയാണ്. മുകിലുകൾ മനോഹരമായിട്ട് മഴ പെയ്യിക്കുന്നു. മത്തഗജങ്ങൾ അലറുന്നതും നോക്കുക. വണ്ടുകളുടെ ആ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ഉണ്ട്. ഇത് രണ്ടും കൂടി നോക്കിയാൽ മനോഹരമായിട്ട് വീണ വായിക്കുന്നതായിട്ട്, വണ്ടുകളുടെ ശബ്ദത്തെ വീണ വായിക്കുന്നതായിട്ട് ഭാവന. പിന്നെയോ ഇടിവെട്ടുന്ന ശബ്ദമാവട്ടെ മൃദംഗത്തിൻ്റെയും ശബ്ദം. എന്താ ഭാവന നോക്കൂ. അപ്പോൾ വണ്ടുകളാകുന്ന വീണാനാദത്തോട് കൂടിയിട്ടും ഇടിവെട്ടുന്നതായിരിക്കുന്ന മൃദംഗത്തിൻ്റെ ശബ്ദത്തോട് കൂടിയിട്ടും ഒരു സംഗീത കച്ചേരി ഇവിടെ പ്രതീതി തോന്നുന്നില്ലേ എല്ലാം കൂടി നോക്കുമ്പോൾ ലക്ഷ്മണ എന്നങ്ങനെ ചോദിക്കണം. അങ്ങനെ ആകുമ്പോൾ വെറും പാട്ട് മാത്രമാണോ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റിലുള്ളത് എന്നാണെങ്കിൽ നൃത്തമുണ്ട്, ഡാൻസ്. അത് ഭരതനാട്യമാണോ വേറെ സംഗതിയാണോ നിശ്ചയില്ല. ആരാ നൃത്തം ചെയ്യണത്? മയിലുകളുടെ മനോഹരമായിട്ടുള്ള ആ നൃത്തം കൂടി കാണുമ്പോൾ വണ്ടുകളാകുന്ന വണ്ടുകളാകുന്ന വീണയും ഇടിനാദവും ഈ മയിലിൻ്റെ നൃത്തവും കൂടി കാണുമ്പോൾ മനോഹരമായിട്ടുള്ള സംഗീതം, പശ്ചാത്തലത്തോടു കൂടിയിട്ടുള്ള സംഗീതം, അതേപോലെ നൃത്തവും കൂടിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ആസ്വാദന കച്ചേരി പരിപാടി, നൃത്തക്കച്ചേരി ഉണ്ടായിരുന്നു. അത് തീർത്തത് മയിലുകളാണ്, വേറൊന്നുമല്ല. അങ്ങനെയും തോന്നുന്നുണ്ടല്ലോ എന്നങ്ങനെ പറഞ്ഞ് തീരാത്തതായിട്ടുള്ള നദികൾ
ഇങ്ങനെ ഓടിപ്പോകുന്നതും കുതിച്ചു പായുന്നതും കാണാൻ എന്തൊരു രസവും സുഖമാണ്. അങ്ങനെ വിവിധ വൃക്ഷങ്ങളുടെ പേര് ഒക്കെ പലതും ഇങ്ങനെ പറയണു. ആ മയിലുകളുടെ ശബ്ദം കൊണ്ടും കൊറ്റികളുടെ ശബ്ദം കൊണ്ടും ഒക്കെ പോയിട്ട് ആ പുതുവെള്ളം എന്ത് ചെയ്തിരിക്കണു, ധാരാളമായിട്ട് വീഴുമ്പോൾ താമരയൊക്കെ അങ്ങനെ ഒടിഞ്ഞിരിക്കണു. അപ്പോൾ ആ താമരയിലുണ്ടായിരുന്ന വണ്ടുകൾ പോയിട്ട് വേറെ പുഷ്പത്തിനെ ആശ്രയിച്ചു. താമരയുടെ തണ്ടൊടിഞ്ഞു വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട്. അതുകൊണ്ട് അവ എന്ത് ചെയ്തു, താമരയെ വെടിഞ്ഞ് വേറെ കടമ്പിൻ പൂക്കളിൽ പോയിട്ട് ഇതാ അഭയം തേടുന്നു. പ്രകൃതിയിൽ കാണുന്ന ഓരോ പ്രതിഭാസങ്ങളാണ്. നീ താമരയിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള കാറ്റ് മദനകരമായിട്ട് ഇതാ വീശുന്നു. ഈ വെള്ളവും അഭിഷേകത്തെ ഓർമ്മിപ്പിക്കുന്നു. ആകാശമൊക്കെ മേഘാവൃതമായിട്ടും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളെ കൊണ്ടും മനോഹരമായിട്ടുള്ള ഈ കാഴ്ച ലക്ഷ്മണ കാണാൻ എന്തൊരു സുഖമാണ് എന്നൊക്കെ പ്രസ്രവണഗിരിയിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അതേപോലെ തന്നെ ഭാദ്രപദം എന്ന് പറയുന്നതായിട്ടുള്ള മാസത്തിൽ വിജ്ഞാനികളും സാമവേദികളുമായിട്ടുള്ള ബ്രാഹ്മണർക്ക് വേദാധ്യയനത്തിനുള്ള സമയമായി. ഇപ്പോൾ ഭഗവാൻ തൻ്റെ നാട്ടിലത്തെ സരയൂ നദിയെ ഓർക്കുകയാണ്. ലക്ഷ്മണ, നമ്മുടെ അയോധ്യയിലത്തെ സരയൂ നദി ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്നിങ്ങനെ വിവരിച്ചു. അതിന് ചേട്ടൻ ലക്ഷ്മണ, ഞാൻ ലോകത്തിൽ എല്ലാവരും സന്തോഷിക്കണം, സുഗ്രീവനും സന്തോഷിക്കും. ഇമാ സ്പീത ഗുണാവർഷ സുഗ്രീവ സുഖമശ്നുതേ. ഈ മഴക്കാലം സുഖമായിട്ട് തന്നെ കഴിക്കും. ആര്? സുഗ്രീവൻ. എല്ലാവർക്കും സുഖമാണ്, പൊതുവേ സുഗ്രീവനും. ഞാനോ, എൻ്റെ കാര്യം പറയണ്ട. ശോകശ്ച മമ വിസ്തീർണോ വർഷാച്ച ചതുർഗമാ. എല്ലാവർക്കും മഴക്കാലം സുഖത്തെ കൊടുക്കുന്നു, ജീവജാലങ്ങൾക്കടക്കം. സുഗ്രീവനോ ആഘോഷമാണ്, തൻ്റെ പത്നിയെ കിട്ടിയതിൽ ശത്രുവിനെ ചെയ്തു. ഞാനോ ദുഃഖസന്തപ്ത. സീതയുടെ ആ വിരഹത്താൽ രാവണശ്ച മഹാൻ ശത്രു അപാര പ്രതിപാതിരി. അപാര ശത്രുവായിട്ടുള്ള രാവണൻ്റെ കയ്യിൽ പെട്ട് പിടയുന്ന സീതയെ ഓർത്ത് മറുകര കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ലക്ഷ്മണ എൻ്റെ മനസ്സ്. എല്ലാവർക്കും വർഷകാലം സന്തോഷത്തെ കൊടുക്കുമ്പോൾ അതീവ ദുഃഖം എനിക്ക് തരുന്നു. ഈ മനോഹരമായ മഴക്കാലം ആസ്വദിക്കാൻ സീത എൻ്റെ കൂടെ ഇല്ലല്ലോ. അതുകൊണ്ട് യാത്രയൊക്കെ വളരെ ക്ലേശമാണ് മഴക്കാലത്ത്, മറ്റ് കാലത്തെ പോലത്തെ സുഖമല്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഓർക്കുകയാണ്. അതുകൊണ്ട് സുഗ്രീവൻ സ്വയം തന്നെ ആലോചിച്ചിട്ട് കാലം വന്നതനുസരിച്ചിട്ട് ആ ഉപകാരത്തെ അല്ലയോ രാമ ജ്യേഷ്ഠ തീർച്ചയായിട്ടും ഓർക്കും. നമ്മളിപ്പോൾ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഉചിതമല്ല. അവൻ കുറച്ച് രൂപയായിട്ട് ഇരിക്കട്ടെ, സമയം വരുമ്പോൾ അവൻ തന്നെ ഓർത്തോളും. നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം വരില്ല. അഥവാ വേണ്ടി വന്നാലോ ഓർമ്മിപ്പിച്ചാൽ തീർച്ചയായിട്ടും സുഗ്രീവൻ ചെയ്യും. സ്വയമേവ ഹി വിക്രമ്യജ്ഞാത്വാ കാലമുപാഗതം ഉപകാരഞ്ച സുഗ്രീവോ വേത്സ്യതേനത്ര സംശയ. കാലം വരുന്ന സമയത്ത് സുഗ്രീവൻ ഓർത്തിട്ട് അങ്ങേ സഹായിക്ക് ശത്രുവിനെ തീർച്ചയായിട്ടും കൊല്ലും, അതിൽ സംശയമൊന്നുമില്ല. അഥവാ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. എന്തായാലും കുറച്ച് ക്ഷമിച്ച് താമസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സുഗ്രീവസ്യ നദീനാഞ്ച പ്രസാദമനുപാലയൻ. കുറച്ച് കാലം നമുക്കിവിടെ ആ 4 വർഷത്തെ ശരത്കാലം വരേക്കും നമ്മളിവിടെ നിൽക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ലക്ഷ്മണൻ വിശിഷ്ടബുദ്ധി വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സർഗ്ഗം അവസാനിപ്പിക്കുകയാണ്. യദുക്തമേത തവ സർവമീപ്സിതം നരേന്ദ്രകർത്ത നജിരാത് ഹരീശ്വര ശരൽ പ്രതീക്ഷമമാമിതപ്രവൺ ക്ഷമതാമിതം ഭവാൻ ജലപ്രപാതം രിപുനിഗ്രഹേ ധൃതാം. അല്ലയോ നരേന്ദ്ര, അങ്ങ് ഇതിൽ ഒട്ടും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ദുഃഖത്തെ വെടിയൂ. ആ വാനരേശ്വരൻ ഹരീശ്വര, ഹരി വാനരനാണ് ഇവിടെ അർത്ഥം. വാനരേശ്വരനായിട്ടുള്ള സുഗ്രീവൻ തീർച്ചയായിട്ടും വേണ്ട സമയത്ത് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സീതാന്വേഷണത്തിനും രാവണവധത്തിനും പ്രവർത്തിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യും. വൈകാതെ അതുണ്ടാവും. 4 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പെട്ടെന്നാണ് പോവും. വർഷകാലം കഴിഞ്ഞ് ശരൽക്കാലം വരുന്നത് വരെ ക്ഷമിച്ചാലും ശരൽ പ്രതീക്ഷമതാമിതം ഭവാൻ. ശരൽക്കാലം വരുന്നവരേക്ക് ഭവാൻ ക്ഷമിക്കാലും ക്ഷമതാമിതം. ജലപ്രപാതം രിപുനിഗ്രഹേ ധൃത. ഈ വർഷകാലം കഴിഞ്ഞ് ശരൽക്കാലം വരുന്നവരേക്ക് അങ്ങ് ക്ഷമിച്ചാൽ മതി. നമ്മുടെ കാര്യങ്ങളൊക്കെ ശുഭമാവും. എല്ലാവരും സന്തോഷിക്കേണ്ടത് പോലെ നമുക്കും സന്തോഷിക്കേണ്ട കാലം തീർച്ചയായിട്ടും ജ്യേഷ്ഠ വരും എന്നങ്ങനെ സുഗ്രീവനാ പ്രതിബോധിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള വർഷക്കാല വർണ്ണനയോട് കൂടിയിട്ടാണ്
ആ സർഗ അധിക ഭാഗവും വർഷക്കാല വർണ്ണനയായിട്ടാണ് കഴിഞ്ഞത്. കൂട്ടത്തിൽ ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുന്നതോടു കൂടിയിട്ടാണ് അവസാനിക്കുകയാണ്. ബാക്കി ഇനി സുഗ്രീവൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങളാണ് തുടർന്ന്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.